بسم الله الرحمن الرحيم. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا قيما لينذر بأسا شديدا من لدنه ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا حسنا ماكثين فيه أبدا وينذر الذين قالوا اتخذ الله ولدا ما لهم به من علم ولا لآبائهم كبرت كلمة تخرج من أفواههم إن يقولون إلا الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فلعلك باخع نفسك على آثارهم إن لم يؤمنوا بهذا الحديث أسفا إنا جعلنا ما على الأرض زينة لها لنبلوهم أيهم أحسن عملا وإنا لجاعلون ما عليها صعيدا جرزا أم حسبت أن أصحاب الكهف والرقيم كانوا من آياتنا عجبا إذ أوى الفتية إلى الكهف فقالوا ربنا رب السماوات والأرض لن ندعو من دونه إلها لقد قلنا إذا شططا هؤلاء قومنا اتخذوا من دونه إلها لقد قلنا إذا شططا هؤلاء قومنا اتخذوا من دونه آلهة لولا يأتون عليهم بسلطان بين فمن أظلم ممن افترى على الله كذبا وإذ اعتزلتموهم وما يعبدون إلا الله فأووا إلى الكهف ينشر لكم ربكم من رحمته ويهيئ لكم من أمركم مرفقا وترى الشمس إذا طلعت تزاور عن كهفهم ذات اليمين وإذا غربت تقرضهم ذات الشمال وهم في فجوة منه ذلك من آيات الله من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا وتحسبهم أيقاظا وهم رقود ونقلبهم ذات اليمين وذات الشمال وكلبهم باسط ذراعيه بالوصيد لو اطلعت عليهم لوليت منهم فرارا ولملئت منهم رعبا صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين كم أبرأت وصبا باللمس راحته وأطلقت أربا من ربقة اللمم وأحيت السنة الشهباء دعوته حتى حكت غرة في العسر الدهم بعارض جاد أو خلت البطاح بها سيب من اليم أو سيل من الأرم دعني ووصفيه آيات له ظهرت ظهور نار القرى ليلا على علمي فالضر يزداد حسنا وهو منتظم وليس ينقص قدرا غير منتظم دامت لدينا ففاقت كل معجزة ملايا علماء
പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആനിൽ ഏറെ പ്രാധാന്യമുള്ള സൂറത്തുൽ കഹ്ഫ് എന്ന അധ്യായത്തിന്റെ പശ്ചാത്തലത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള പ്രഭാഷണ പരിപാടിയുടെ 2ാം ദിവസമായ ഇന്ന് സംബന്ധിക്കാൻ അനുഗ്രഹിച്ച അല്ലാഹുവിനെ ആദ്യമായി നാം സ്തുതിക്കുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൻ അബി ദർദാ റളിയല്ലാഹു അൻഹു قال قال رسول الله صلى الله عليه وسلم من حفظ 10 آيات من أول سورة الكهف عصم من الدجال. അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, സൂറത്തുൽ കഹ്ഫിലെ ആദ്യത്തെ 10 വചനങ്ങൾ ഹൃദിസ്ഥമാക്കിയാൽ, സൂക്ഷിച്ചാൽ, പഠിച്ചാൽ ദജ്ജാലിൽ നിന്ന് അവന് രക്ഷ ലഭിക്കുന്നതാണ്. ഇതുപോലെ നിരവധി ഹദീസുകളിൽ മഹത്വങ്ങൾ വാഴ്ത്തി പറഞ്ഞിട്ടുള്ള അൽ കഹ്ഫ് എന്ന അധ്യായത്തിന്റെ വാക്യങ്ങൾ, അതിന്റെ ഉള്ളടക്കം പഠിക്കുവാൻ, മനസ്സിലാക്കുവാൻ വിശ്വാസികൾ ആഗ്രഹിച്ചു കഴിയുകയാണ്. വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ പദാനുപദം അതിന്റെ അർത്ഥങ്ങൾ ചർച്ച ചെയ്യുക എന്നതല്ല നമ്മുടെ ലക്ഷ്യം. അങ്ങനെ ഒരു ചർച്ച പണ്ഡിതന്മാർക്കോ അല്ലാത്തവർക്കോ സംഘടിപ്പിക്കുവാൻ സാധിക്കുകയുമില്ല. അതേസമയത്ത് ഖുർആന്റെ ഉള്ളടക്കം മനസ്സിലാക്കി അത് ജീവിതത്തിൽ പകർത്തുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. വിശുദ്ധ ഖുർആൻ അടുക്കുംതോറും നമ്മുടെ ഹൃദയത്തിൽ ഭക്തിയും വിനയത്വവും മതബോധവും അച്ചടക്കവും ഉണ്ടാകും എന്നതുകൊണ്ട് തന്നെ ഖുർആനുമായി അടുക്കുന്ന ആളുകൾ അതെല്ലാം അനുഭവിക്കുകയാണ്. പണ്ഡിതന്മാരെന്നോ അല്ലാത്തവരെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ കൂടുതൽ നന്മ പ്രാവർത്തികമാക്കണമെന്ന വിചാരത്തോടെ വിശ്വാസത്തിന്റെ പോരായ്മകൾ നികത്തി കൂടുതൽ ഊർജ്ജസ്വലതയോടെ അള്ളാഹുവിന്റെ മാർഗത്തിൽ സേവനം ചെയ്യാൻ താൽപര്യം ജനിക്കുകയും ചെയ്യും. ഇൻഷാ അള്ളാഹ് അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് നാം ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇസ്ലാമിക സമൂഹത്തിലെ എല്ലാ സാധാരണക്കാരെയും മറ്റു മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളെയുമൊക്കെ ഈ സന്ദേശം കേൾപ്പിക്കുന്നതിൽ നമുക്ക് അതിയായ താൽപര്യവും സന്തോഷവുമുണ്ട്. കാരണം ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് മുസ്ലിമീങ്ങളിലേക്ക് വേണ്ടി മാത്രമായി വന്നിട്ടുള്ള ഒരു മതമല്ല. ഖുർആൻ മുസ്ലിംകളിലേക്ക് മാത്രമായി വന്ന ഒരു വേദഗ്രന്ഥമല്ല. ഖുർആന്റെ ലക്ഷ്യം ലോകമെങ്ങുമുള്ള എല്ലാ ജനവിഭാഗങ്ങളെയും സത്യത്തിലേക്കും ന്യായത്തിലേക്കും നീതിയിലേക്കും വിളിക്കുകയാണ്. അതുകൊണ്ട് വിശുദ്ധ റമളാനിന്റെ ഈ പുണ്യ ദിനരാത്രങ്ങളിൽ ഖുർആന്റെ സന്ദേശം മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ കൂടുതൽ താൽപര്യം പ്രകടിപ്പിക്കുകയും അതിന് സമയം കണ്ടെത്തുകയും ചെയ്യേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ്. ഇന്ന് ഇവിടെ പ്രതിപാദിക്കുന്ന വിഷയം ഖുർആനിലെ വിസ്മയങ്ങൾ എന്നതാണ്. വിസ്മയം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ പരിചയമുള്ളതാണ്. ആ പദത്തിന്റെ അർത്ഥം അത്ഭുതം. വിശുദ്ധ ഖുർആനിൽ അജബ് എന്ന ധാതുവിൽ നിന്ന് എടുത്ത 24 പദങ്ങൾ കാണാം. ഉജാബ്, അജീബ്, അജബ്. വിസ്മയം എന്ന് അർത്ഥം പറയാവുന്ന അജബ് എന്ന വാക്കിന്റെ വിവിധ ഭാഗങ്ങൾ പരിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലായി ആവർത്തിച്ച് കാണുന്നു. സ്വാഭാവികമായും
വിശുദ്ധ ഖുർആനിലെ വിസ്മയം എന്താണ് എന്ന് അറിയാൻ നമുക്കൊക്കെ വലിയ താല്പര്യമുണ്ട്. പക്ഷേ തുടക്കത്തിൽ തന്നെ ശ്രോതാക്കളോട് പറയുന്നു, ഖുർആനിലെ വിസ്മയം, ഖുർആനിൽ കാണുന്ന അത്ഭുതം സാധാരണ നമ്മുടെ നാടൻ പ്രയോഗങ്ങളിൽ വരുന്ന അത്ഭുതം അല്ല. കാരണം ഖുർആൻ ഒരു അത്ഭുതങ്ങളുടെ ഗ്രന്ഥമല്ല. നമ്മുടെ നാടൻ ഭാഷയിലുണ്ടല്ലോ ഒരു അത്ഭുതം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരത്ഭുതം. ചെറിയ വിഷയങ്ങൾ പോലും നാം അതിൽ ഉൾപ്പെടുത്തി പറയാറുണ്ട്. ഒരു മൊബൈൽ ഉപയോഗിക്കുന്ന ഒരു വ്യക്തി അതുമായി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് തീരെ കാണാത്ത, അതിന്റെ പ്രവർത്തനം അറിയാത്ത ഒരു സഹോദരൻ ഞെട്ടിക്കൊണ്ട് പറയാറുണ്ട്, വല്ലാത്തൊരു ഉപകരണം, ഇതിലെന്തൊക്കെയാ ഉള്ളത്? കണക്ക് കൂട്ടുന്നത്, ഫോട്ടോ എടുക്കുന്നത്, പിടിക്കുന്നത്, എടുക്കുന്നത്, ബാങ്ക് വിളിക്കുന്നത്, വല്ലാത്തൊരത്ഭുതം. അത്ഭുതമെന്ന ഈ പദം ആവശ്യത്തിനും ആവശ്യമില്ലാതെയും നമ്മളൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. രഹസ്യം അറിയാത്തതിന്റെ പേരിൽ ഒരു വ്യക്തി അയാളുടെ ചില വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നതിനാണ് അത്ഭുതം എന്ന് പറയുന്നത്. ആ അർത്ഥത്തിലുള്ള ഒരു വേദഗ്രന്ഥമല്ല വിശുദ്ധ ഖുർആൻ. കാരണം ഈ മൊബൈൽ എന്നത് ഒരു അത്ഭുതമാണോ? അല്ലല്ലോ. അത് ഇറങ്ങിയപ്പോൾ അത് ആർക്കും പിടികിട്ടാത്തൊരു ഉപകരണമായിരുന്നു. പിന്നീട് അത് എല്ലാവരും കൈകാര്യം ചെയ്യാൻ തുടങ്ങി. സാധാരണ നാം പലതിനെയും കുറിച്ച് അത്ഭുതം അത്ഭുതം എന്ന് പറയാറുണ്ട്. ആ അർത്ഥത്തിലുള്ള ഒരത്ഭുതം അല്ല പരിശുദ്ധ ഖുർആൻ. അങ്ങനെ കുറെ അത്ഭുതങ്ങളുള്ള കഥകൾ പറയാനല്ല ഖുർആൻ അവതരിച്ചത്. നമ്മൾ കുട്ടികൾക്കൊക്കെ കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരെ അത്ഭുതപ്പെടുത്താൻ വേണ്ടി ചില കഥകൾ കെട്ടിക്കൂട്ടി പറയാറുണ്ട്. അതിൽ കുട്ടികൾക്ക് യാതൊരു ബേജാറും ഭയവിഹ്വതയും തോന്നുന്നില്ല എങ്കിൽ അതിനേക്കാൾ സങ്കീർണമായ മറ്റൊന്ന് കെട്ടിയുണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട്. അതൊന്നും പാടില്ലാത്തതാണ്. സത്യം മനസ്സിലാക്കി കൊടുക്കുക എന്ന ആശയത്തിന് വേണ്ടി ചില ചിത്രീകരണങ്ങൾ ആകാവുന്നതാണ്. ആ ചിത്രീകരണങ്ങൾ ആകാമോ ഇല്ലേ എന്നത് ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെയുള്ള പ്രഭാഷണ വേളയിൽ പറയാം. ഇപ്പോൾ ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. അപ്പോൾ വിശുദ്ധ ഖുർആൻ ഇവിടെ അത്ഭുതങ്ങൾ പറയാൻ വേണ്ടി വന്ന ഒരു വേദഗ്രന്ഥം അല്ല. ഖുർആനിന്റെ ഏറ്റവും വലിയ മഹത്വത്തിന്റെ അടയാളം തന്നെ ഖുർആൻ വിജ്ഞാനത്തിന് പ്രാധാന്യം നൽകുന്നു എന്നതാണ്. വിജ്ഞാനം എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായ പരീക്ഷണങ്ങളിലൂടെയും നിരീക്ഷണങ്ങളിലൂടെയും സ്ഥാപിക്കുകയോ ആർജിക്കുകയോ ചെയ്യുന്ന ഏറ്റവും മഹത്തായ പ്രതിഫലനങ്ങൾക്കാണ് വിജ്ഞാനം എന്ന് പറയുന്നത്. അതാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫിൽ അള്ളാഹു പറഞ്ഞു, വിശുദ്ധ ഖുർആൻ അവതരിച്ചത് ഈമാൻ ഉള്ള സൽക്കർമ്മം ചെയ്യുന്ന ആളുകൾക്ക് സുവിശേഷം അറിയിക്കുവാൻ വേണ്ടിയാണ്. ലിയുബശ്ശിറൽ മുഅ്മിനീൻ അല്ലദീന യഅമലൂന സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന ഈമാനുള്ളവർക്ക് സന്തോഷം, സ്വർഗം ഉണ്ട് എന്നറിയിക്കാൻ വേണ്ടിയാണ് ഖുർആൻ വന്നത്. വയുൻദിറല്ലദീന ഖാലു ഇത്തഖദല്ലാഹു വലദ മാ ലഹും ബിഹി മിൻ ഇൽമിൻ വലാ ലിആബാഇഹിം. ഓ, എത്ര സുന്ദരമായ അർത്ഥവത്തായ പ്രയോഗം. ഖുർആന്റെ ഒരു ലക്ഷ്യം താക്കീത് നൽകുക എന്നതാണ്, മുന്നറിയിപ്പ് നൽകുകയാണ്. നിങ്ങളെ വേണ്ടാത്ത പരിപാടിയൊന്നും പറ്റുകയില്ല, അത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ശക്തമായ ശിക്ഷ ലഭിക്കും. എന്നാൽ വിശുദ്ധ ഖുർആൻ അവതരിക്കുന്ന കാലഘട്ടത്തിൽ AD 571 സന്ദർഭങ്ങളിൽ അറേബ്യയിൽ 6-ാം നൂറ്റാണ്ടിൽ അവിടെ വ്യാപകമായി മനുഷ്യൻ അന്ധവിശ്വാസങ്ങളുടെ പിന്നാലെ നടക്കുകയായിരുന്നു, അത്ഭുതങ്ങളുടെ പിന്നാലെ നടക്കുകയായിരുന്നു. അത്ഭുതങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയും പിന്നാലെ നടക്കുകയും യാഥാർത്ഥ്യങ്ങൾ മറന്നുപോവുകയും ചെയ്ത ഒരു കാലഘട്ടത്തിലെ ജനസമൂഹത്തെ ഉപദേശിച്ചുകൊണ്ടാണ് ഖുർആൻ വരുന്നത്. അവരോടായി പറയുന്നു, നിങ്ങൾ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അള്ളാഹുവിൽ വിശ്വസിക്കുന്നതിനു പകരം കയ്യും കാലും കണ്ണും മൂക്കുമൊക്കെ ആരോ സങ്കല്പിച്ചു വെച്ച വിഗ്രഹങ്ങളെയും കുട്ടിദൈവങ്ങളെയും നിങ്ങൾ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയുടെ കർത്താക്കളായി സങ്കല്പിക്കുന്നത് ആപൽക്കരമാണ്, അത് അന്ധവിശ്വാസമാണ്. അത്തരം വിചാരങ്ങൾ വെച്ചു പുലർത്തുന്ന ആളുകളെ പറ്റിയാണ് ഖുർആൻ പറയുന്നത്, മാ ലഹും ബിഹി മിൻ ഇൽമിൻ,
അവർക്ക് വ്യക്തമായ ഒരറിവും ഇല്ല. അറിവ് എന്ന സാധനമാണ് മനുഷ്യൻ ആർജിക്കേണ്ടത്. ഖുർആൻ വിജ്ഞാനത്തിന് വലിയ സ്ഥാനം നൽകിയ മതമാണ്. അതുകൊണ്ടാണല്ലോ ഈ റമദാനിൽ ഏറ്റവും നല്ല ഈ സമയത്ത് വിജ്ഞാനം പഠിക്കാൻ വേണ്ടി നാം വന്നിട്ടുള്ളത്. ഇൽമ്, വ്യക്തമായ ഇൽമ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക സമൂഹം ചെയ്യുന്ന ഏതൊരു പ്രവർത്തനവും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ജനങ്ങളുടെ മുൻപിൽ സമർപ്പിച്ച് അവതരിപ്പിച്ച് കാണിച്ചു കൊടുക്കാൻ കഴിയണം. എന്നാലേ അത് വിജ്ഞാനമാവുകയുള്ളൂ. ഒരു മുസ്ലിം പണ്ഡിതൻ അദ്ദേഹത്തിന്റെ പ്രസംഗവേളയിൽ പറയുന്ന ഏതെങ്കിലും ഒരാശയം അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ് അത് പ്രൂവ് ചെയ്തു കൊടുക്കണം, അത് തെളിയിച്ചു കൊടുക്കണം. അയാൾ അത് ബുദ്ധിപരമായി തെളിയിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് അംഗീകരിക്കാൻ കഴിയാത്ത അത്രയും വിശാലമാണ്, വിപുലമാണ്, പഞ്ചേന്ദ്രിയങ്ങൾക്ക് അതീതമാണ് എന്ന് സ്ഥിരീകരിച്ചു കൊടുക്കാനെങ്കിലും അയാൾക്ക് കഴിയണം. അത് കഴിയുന്നില്ല എങ്കിൽ അയാൾ മുസ്ലിം പണ്ഡിതൻ അല്ല. ജനങ്ങളെ കുറെ അത്ഭുതങ്ങളിലേക്ക് ഇങ്ങനെ എടുത്തു കൊണ്ടുപോയത് കൊണ്ടൊന്നും ഇസ്ലാം ആവുകയുമില്ല. ഇസ്ലാം ആകണമെങ്കിൽ വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ ഇന്നസ്സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. മനുഷ്യ, നിന്റെ കണ്ണും നിന്റെ കാതും നിന്റെ ഹൃദയവും ചോദ്യം ചെയ്യപ്പെടും. നീ മനസ്സിലാക്കണ്ട, നിന്റെ ഈ കണ്ണിനെ പറ്റി ചോദ്യമല്ല എന്ന് നീ മനസ്സിലാക്കരുത്. ഈ കണ്ണിനെ പറ്റി ചോദ്യമുണ്ട്. നീ എന്തെല്ലാം കണ്ടു? നീ എന്ത് കാണാൻ തുനിഞ്ഞില്ല? നീ എന്തെല്ലാം കേട്ടു? നീ ഏതൊക്കെയാണ് കേൾക്കാൻ പോയത്? ഓരോന്നും എന്നോട് ചോദിക്കും. വൽ ഫുആദ, നിന്റെ ഹൃദയത്തെ സംബന്ധിച്ചും ചോദ്യം വരുന്നതാണ്. ആ ഹൃദയത്തിൽ നീ എന്തൊക്കെയാണ് കടത്തിവെച്ചിട്ടുള്ളത്? ഏതെല്ലാം ചിന്തകളാണ് നിന്റെ ഹൃദയത്തിൽ നീ കടത്തിയത്? അതിനെപ്പറ്റി ചോദ്യമുണ്ടാകും. ഗീത ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ അയാളുടെ ജീവിതത്തിൽ പല ചിന്തകൾ അയാളുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ അയാൾ ആ ചിന്തകളെ സ്ക്രീൻ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ഗീതയുടെ വചനം മനോനിഗ്രഹ എന്നാണ്. എന്ന് പറഞ്ഞാൽ മനസ്സിലേക്ക് കടന്നു വരുന്ന ചിന്തകളെ സ്ക്രീൻ ചെയ്യുമ്പോൾ മാത്രമേ മനുഷ്യൻ സത്യത്തിലേക്ക് എത്തുകയുള്ളൂ. ഗീതയുടെ ആ സന്ദേശത്തെ നാം ആദരിക്കുന്നു, നാം ബഹുമാനിക്കുന്നു. പക്ഷേ ഖുർആനും ഗീതയും തമ്മിലുള്ള വ്യത്യാസം, ചില തത്വങ്ങൾ പറയാനാണ് ഭഗവത്ഗീത ശ്രമിച്ചത്. ഖുർആനാവട്ടെ ആ തത്വങ്ങൾ പറയുക മാത്രമല്ല, അതിന്റെ വിവരണങ്ങൾ നൽകുകയും അത് പ്രയോഗതലത്തിൽ കാണിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇസ്ലാം കടന്നു വന്നത്. അതുകൊണ്ടാണ് ഇസ്ലാമിന് പരക്കെ ഈ അംഗീകാരവും ഈ സ്വീകാര്യതയും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു ആ ഖുർആനെ സ്നേഹിക്കുന്നവരിൽ, പിന്തുടരുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. അപ്പൊ ചിന്തകളെ സംബന്ധിച്ചും ചോദ്യമുണ്ട്. വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. എല്ലാം ചോദ്യം ചെയ്യപ്പെടും. ആരും ധരിച്ചു പോകരുത് എന്തും ചെയ്തു കളയാമെന്ന്. നല്ലൊരു പ്രതിജ്ഞയോടുകൂടിയായിരിക്കണം നമ്മളെ സദസ്സ്, നമ്മളെ ഇരുത്തം നല്ല ചിന്തയോടുകൂടിയായിരിക്കണം. മനസ്സിലേക്ക് കടന്നു വരുന്ന എല്ലാറ്റിനെയും നാം അംഗീകരിക്കരുത്. ചിലതൊക്കെ നമ്മെ അപകടത്തിലേക്ക് നയിക്കും. എപ്പോഴെങ്കിലും ഒരു അത്ഭുതം കാണുമ്പോഴേക്ക് ആ അത്ഭുതത്തിന്റെ പിന്നാലെ നാം പോകരുത്. ഒരു മാജിക് കാണുമ്പോൾ ആ മാജിക്കിന്റെ പിന്നാലെ പോയി നാം സത്യത്തെ വിട്ടുകളയരുത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തെല്ലാം അത്ഭുതം കാണിച്ച ആളാണ്. എന്തൊക്കെ വിസ്മയങ്ങൾ അവിടുന്ന് കാണിച്ചു. ആ വിസ്മയങ്ങളെല്ലാം കാണിച്ചിട്ടും അവിടുന്ന് നൽകിയ ഉപദേശം, ആ ഉപദേശങ്ങളുടെ അർത്ഥവ്യാപ്തിയിലേക്ക് കടന്നു നോക്കുമ്പോഴാണ് ഖുർആന്റെ മഹത്വം. കമ്മ ബറഅത്ത് വസിബം ബില്ലം സിറാഹതു വഅത്ലഖത് അരിബം മിൻ റിബ്ഖത്തിൽ ലമമീ. രോഗികൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് വന്നാൽ ആ രോഗികളുടെ ശരീരത്തിൽ നബി ഒന്ന് സ്പർശിച്ചാൽ മതി, അവരുടെ രോഗം സുഖപ്പെടുന്നു. കം അബ്റഅതു വസിബൻ ബില്ലംസി റാഹതു വഅത്ലഖത് അരിബം മിൻ റിബ്ഖത്തിൽ ലമമീ. ഭ്രാന്തുള്ളവർ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് വന്നാൽ അവിടുന്ന് സ്പർശിച്ചാൽ മതി, അവരുടെ രോഗം സുഖപ്പെടുകയാണ്. ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയിട്ടുള്ള കഴിവുകളാണ്. അവിടുത്തെ വിരലുകളിൽ നിന്ന് വെള്ളം പൊട്ടിയൊഴുകിയ സംഭവം സ്വഹീഹായ ഹദീസുകളിൽ കാണാം. ഇന്നും
മദീനത്ത് പോയാൽ മദീന മുനവ്വറയുടെ ചുമരുകളിൽ കാണാം, ആ ചുമരുകളിൽ എഴുതിയിട്ടുള്ള ചില കാവ്യങ്ങൾ മാഞ്ഞു പോയതുണ്ട്. അത് മാച്ചിട്ട് മാഞ്ഞതാണോ സ്വയം മാഞ്ഞതാണോ എന്ന് നാം ചർച്ച ചെയ്യേണ്ടതില്ല. ചില വരികൾ ഇപ്പോഴും അവ്യക്തമായി എവിടെ കാണുന്നു. ആ വരികളിലൊന്നാണ് യാമൻ തഫജ്ജറത്തിൽ അൻഹാറുനാബിയതൻ മിൻ സുബൈഹി ഫറവൽ ജൈശദൽ അദദി. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈവിരലിൽ നിന്ന് വെള്ളം ഉറകുപൊട്ടിയൊഴുകി. ആ നബിയുടെ പിതാവായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വിശുദ്ധ കഅബാലയം പണിതപ്പോൾ സ്വന്തം പിതാവിനോടൊപ്പം ആ കഅബാലയത്തിന്റെ പുനർനിർമ്മാണ പ്രക്രിയയിൽ പങ്കാളിയായ ഇസ്മായിൽ അലൈഹിസ്സലാം, ആ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം നമ്മൾ കേട്ടവരാണ്, പഠിച്ചവരാണ്. ഞാനിതിവിടെ പറയുന്നില്ല. ഇത് കഥ പറയാനുള്ള ക്ലാസുമല്ല, മറിച്ച് ചില വിഷയങ്ങൾ സമർത്ഥിക്കാൻ ചില കഥകൾ പറയുന്നുവെന്ന് മാത്രം. ആ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലിട്ട് അടിച്ച സ്ഥലത്ത് പൊട്ടിയൊഴുകിയ വെള്ളമാണല്ലോ സംസം. ആ സംസം വെള്ളത്തിന്റെ പരിശുദ്ധിയെപ്പറ്റി ലോകത്തിന് തർക്കമില്ല. സംസത്തിന്റെ ഡെൻസിറ്റി, അതിന്റെ സാന്ദ്രത സാധാരണ വെള്ളത്തേക്കാൾ വ്യത്യസ്തമാണെന്ന് ഓറിയന്റലിസ്റ്റുകൾ പോലും സമ്മതിച്ചിരിക്കുന്നു. പടിഞ്ഞാറൻ നാടുകളിൽ ഇസ്ലാമിക പ്രസ്ഥാനത്തെയും ഇസ്ലാമിന്റെ ഭാഷകളെയും പൗരസ്ത്യ മതങ്ങളെയും പൗരസ്ത്യ ഭാഷകളെയും പറ്റി വിലയിരുത്താനും പഠിക്കാനും വേണ്ടി യൂറോപ്പ് സന്നദ്ധമാക്കിയ തയ്യാറാക്കിയ സംഘടിത സ്വഭാവത്തിന്റെ പേരാണല്ലോ ഓറിയന്റലിസം. ആ ഓറിയന്റലിസത്തിന്റെ ആളുകൾ എല്ലാം തൂക്കി നോക്കി കണക്കുകൂട്ടി നന്നായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിച്ചിട്ട് അവരെത്തിച്ചേർന്നത് സംസം എന്ന് പറയുന്ന വെള്ളം അസാധാരണ വെള്ളമാണ് എന്നാകുന്നു. എങ്കിൽ ആ വെള്ളം ഒരു പ്രവാചകന്റെ കാലിട്ട സ്ഥലത്തു നിന്നാണ് പൊട്ടിയൊഴുകിയത് എന്ന് സ്വഹീഹുൽ ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാം. സ്വഹീഹുൽ ബുഖാരിയിൽ പല സ്ഥലങ്ങളിലായി ആ ഹദീസ് നിവേദനം ചെയ്തിട്ടുണ്ട്. എങ്കിൽ ആ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരയിൽ അറേബ്യയിൽ ജനിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു മറ്റൊരു കഴിവ് നൽകി. അതാണ് ആ നബിയുടെ കയ്യിൽ നിന്ന് പൊട്ടി ഒഴുകിയ വെള്ളം. ആ രണ്ട് വെള്ളങ്ങളിൽ ഏറ്റവും മഹത്വമുള്ള വെള്ളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈവിരലിൽ നിന്ന് പൊട്ടിയൊഴുകിയ വെള്ളമാണ് സംസമിനേക്കാൾ മഹത്വമുള്ളത് എന്ന് ഉലമാക്കൾ സമർത്ഥിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരവധി അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. വഹയത്തി സനത അശ്ഹബാ ദഅവതുഹു ഹത്താ ഹക്കത ഖുറതൻ ഫിൽ അസ്രി തുഹമി. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനുയായികളിൽപ്പെട്ട ചിലർ വന്ന് ആവശ്യപ്പെട്ടല്ലോ, ഹലക്കത്തിൽ അംവാൽ, സ്വത്തൊക്കെ നശിച്ചിരിക്കുന്നു, നാടാകെ നശിക്കുകയാണ്, വെള്ളത്തിന്റെ തടാകങ്ങൾ വറ്റി വരണ്ടിരിക്കുന്നു, മഴ വേണം. അൽ ഹബീബ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതേ മിമ്പറിൽ നിന്നുകൊണ്ട് ദുആ ചെയ്യുന്നു. അല്ലാഹുമ്മ അസ്ഖിനാ, അല്ലാഹുമ്മ അസ്ഖിനാ. മഴ പെയ്തു. സുബ്ഹാനല്ലാഹ്, എന്തു മഴയാണ്! ആ മഴ അങ്ങ് ഒലിച്ചപ്പോൾ ആകാശത്ത് ഒരു കാർ മേഘത്തിന്റെ ഒരു ചെറിയ ചീന്ത് പോലും ഇല്ലാത്ത സമയം ആകാശത്തിലേക്ക് ചൂണ്ടി മഴ വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ മഴ പെയ്തു. ഒരാഴ്ച ആ മഴ നിലനിൽക്കുകയും മഴ വർദ്ധിച്ചു എന്ന പരാതി ഉണ്ടാകാൻ മാത്രം വെള്ളം വ്യാപിക്കുകയും ചെയ്ത സംഭവം ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു. അത്ഭുതമാണ്, വിസ്മയങ്ങളാണ്. അത്ഭുതങ്ങളുടെ പിന്നാലെ നാം പോകരുത് എന്നും ആ നബി നമുക്ക് പറഞ്ഞു തരികയാണ്. പിന്നെ എന്തിനീ അത്ഭുതം? ഈ അത്ഭുതമെല്ലാം കാണിച്ചത് അത് ചില പ്രത്യേക ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ്. ഇത് മാത്രമൊന്നുമല്ല, നിരവധി നിരവധി സംഭവങ്ങൾ ആ നേതാവിൽ നിന്ന് ഉണ്ടായി. ഒന്നോ രണ്ടോ മൂന്നോ ആളുകൾക്ക് മാത്രം തികയുന്ന ഭക്ഷണം, ആ ഭക്ഷണത്തിന്റെ സദസ്സിലേക്ക് ജാബിർ റളിയല്ലാഹു അൻഹു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വന്ന് ക്ഷണിക്കുകയാണ്. നബിയെ, ചെറിയൊരു ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്, അവിടുന്ന് വല്ലാതെ വിഷമിക്കുന്നത് കാണുമ്പോൾ
ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണമാണ്, ഒന്ന് വന്ന് കഴിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ പാവപ്പെട്ട ആളുകളുടെ ക്ഷണം സ്വീകരിച്ച് പരിചയമുള്ള, പാവങ്ങളോട് അനുകമ്പ കാണിക്കണമെന്ന് പഠിപ്പിച്ച നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജാബിറിന്റെ വീട്ടിലേക്ക് പോയി. സഹീഹുൽ ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. കുറച്ച് ഭക്ഷണമേ ഉള്ളൂ. നബി എന്താ ചെയ്തത്? തന്റെ കൂടെയുള്ള 1000-ലധികം വരുന്ന അനുയായികളോട് പറയുകയാണ്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സ്വഹാബിമാരെ, നിങ്ങളെല്ലാവരും എന്റെ കൂടെ വരണം. ജാബിറിന്റെ വീട്ടിൽ ഒരു സദ്യയുണ്ട്. ആ വലിയ ആൾക്കൂട്ടത്തെയും വഹിച്ചുകൊണ്ട് നേതാവ് ആ വീട്ടിലേക്ക് കയറുമ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹു ബേജാറാവുകയാണ്. എന്താണ് ചെയ്യുക? 2ഓ 3ഓ ആൾക്കുള്ള ഭക്ഷണം തിന്നാൻ 1000-ലധികം ആളുകൾ ക്യൂ ആയിട്ട് വരികയാണ്. ആരോട് ഈ സങ്കടം പറയും? ആകെ വഷളാകുമല്ലോ. ഇവിടെയെല്ലാം ഇന്നാലനൻസുറു റുസുലനാ വല്ലദീന ആമനൂ ഫിൽ ഹയാത്തിദ് ദുനിയ വയൗമ യഖൂമുൽ അശ്ഹാദ്. ഇന്നാലനൻസുറു റുസുലനാ വല്ലദീന ആമനൂ ഫിൽ ഹയാത്തിദ് ദുനിയ വയൗമ യഖൂമുൽ അശ്ഹാദ്. ഈമാനുള്ള എല്ലാ വ്യക്തികളെയും അല്ലാഹു സഹായിക്കും. അതിന് നിങ്ങളുടെ അത്ഭുതമെന്ന് പേരിട്ടാലും ഇല്ലെങ്കിലും മുഅ്മിനീങ്ങളെ അല്ലാഹു സഹായിക്കും, മുർസലീങ്ങളെ അല്ലാഹു സഹായിക്കും. മുർസലീങ്ങളെ അല്ലാഹു സഹായിച്ചിട്ടുണ്ട്, പ്രവാചകരെ സഹായിച്ചിട്ടുണ്ട്. എങ്കിൽ ആ പ്രവാചകന്മാരെ പാത സ്വീകരിക്കുന്ന മുഅ്മിനീങ്ങളെയും അല്ലാഹു സഹായിക്കും. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു. അല്ലാഹുവിൽ ബലമേൽക്കുന്നവർക്കാണ് മുഅ്മിനുകൾ എന്ന് പറയുന്നത്. സ്വന്തം മക്കളെ കെട്ടിക്കേണ്ട ബേജാറുകാർ, രോഗം മാറണമെന്ന് വല്ലാതെ ആഗ്രഹിക്കുന്നവർ, സന്താനങ്ങളൊന്ന് നന്നാകണമെന്ന് വല്ലാതെ ആശിക്കുന്നവർ, ഒരു വീട് വെച്ച് സന്തോഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഒരു ജോലി കിട്ടിയാൽ റബ്ബേ രക്ഷപ്പെടുമെന്ന് കരുതുന്നവർ, എല്ലാ ബേജാറുകാരോടും അല്ലാഹു പറയുന്നു, ഒരായുധം നിങ്ങളുടെ കയ്യിലുണ്ട് എങ്കിൽ, ഈമാൻ നിങ്ങളുടെ കയ്യിലുണ്ട് എങ്കിൽ, സൽക്കർമ്മം നിങ്ങളുടെ കൂടെയുണ്ട് എങ്കിൽ, നോമ്പ് നിങ്ങൾ നോൽക്കുന്നുണ്ട് എങ്കിൽ, നിസ്കാരം നിങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ട് എങ്കിൽ ഭയപ്പെടണ്ട. ഇന്നാ ലനൻസുറു റുസുലനാ വല്ലദീന ആമനൂ ഫിൽ ഹയാത്തിദ് ദുനിയ വയൗമ യഖൂമുൽ അശ്ഹാദ്. അല്ലാഹു സഹായിക്കും. അല്ലാഹു ആ സഹായം നമുക്കെല്ലാം പ്രദാനം ചെയ്യട്ടെ. നമ്മളോട് ദുആ കൊണ്ട് ഏൽപ്പിച്ച നാട്ടിലും ഗൾഫിലുമൊക്കെയുള്ള നിരവധി ആളുകളുണ്ട്. അള്ളാഹു അവർക്കെല്ലാം വാരിക്കോരി ഗുണങ്ങൾ വർഷിച്ചു കൊടുക്കട്ടെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ഈ ആളുകൾ 1000 ചില്ലുവാന ആളുകൾ ആ വീട്ടിലേക്ക് കയറി വരുന്നത് കാണുമ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. ഇറങ്ങിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടുകയാണ്, പുന്നാര നബിയെ, സംഗതി അപകടമാണ്. നിങ്ങളോടൊപ്പമുള്ള ഈ ആൾക്കൂട്ടത്തെ ഭക്ഷിക്കാൻ ഇത് മതിയാവുകയില്ലെന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഭക്ഷണമുണ്ടാക്കിയ പാത്രം, ചട്ടി, അത് അടുപ്പിൽ നിന്ന് എടുത്തു മാറ്റാതെ അവിടെ നിലനിർത്തുക. ഞാൻ അങ്ങോട്ട് കയറാം. അള്ളാഹുവിന്റെ ഹബീബ് അതാ വീട്ടിലേക്ക് കയറുന്നു. ഫബസഖാ, ആ പാത്രത്തിലേക്ക് അവിടുന്ന് ഊതുന്നു. ഊതിയപ്പോൾ ആ ഭക്ഷണം വർദ്ധിക്കുകയാണ്. വമിനൽ യസീരി സഖാ വഅത്അമ ജൈശഹു ഹത്ത ഇക്തഫൗ വയസീറു ലം യൻഫദി. യാ റബ്ബി സ്വല്ലി അലൻ നബിയ്യി മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദീ. എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടും ആ പാത്രത്തിലെ ഭക്ഷണം പിന്നെയും ബാക്കിയാണ്. വിസ്മയങ്ങൾ, വിസ്മയങ്ങൾ, ധാരാളം അത്ഭുതങ്ങൾ ആ നബി ലോകത്ത് കാണിച്ചിട്ടുണ്ട്. പക്ഷേ അത്ഭുതങ്ങളുടെ പിന്നാലെ എൻ്റെ അനുയായികൾ, എൻ്റെ സമുദായം അതിൻ്റെ പിന്നാലെ അങ്ങ് ചേക്കേറിപ്പോയാൽ ബുദ്ധിപരമായ മികവുകളും ഗവേഷണപരമായ നിലപാടുകളും സമുദായത്തിന് കുറഞ്ഞു പോകുമെന്ന് അവിടുന്ന് ഭയപ്പെടുകയാണ്. അതുകൊണ്ട് അവരോട് പറയുന്നു, നിങ്ങൾ പഠിക്കണം, നിങ്ങൾ കൂടുതൽ അന്വേഷണം നടത്തണം. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. ഇന്ന ശർറദ് ദവാബി ഇൻദല്ലാഹി അസ്സുമ്മുൽ ബുക്മുൽ ലദീന ലാ യഖിലൂൻ. ഖുർആൻ പറയുന്നു, ഇന്ന ശർറദ് ദവാബി ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും
മോശമായ ആളുകൾ ആരാണ്, ഏറ്റവും മോശമുള്ള ജീവി ഏതാണ്, അള്ളാഹുവിന് തീരെ ഇഷ്ടമില്ലാത്ത ജീവിയുടെ പേര് പറയുക. മൃഗം, ഏതെങ്കിലും ഒരു മൃഗത്തെ ചൂണ്ടിക്കാണിച്ച് അത് മോശമാണെന്ന് പറയാൻ നിർവാഹമില്ല. അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം പറയുമ്പോൾ അതിൽ ഇടയ്ക്കൊരു പട്ടി കയറി വരാനുണ്ട്. ആ പട്ടിയെ ആദരിക്കാനാണ് നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വളരെ മ്ലേച്ഛമാണ്, തൊടാൻ പാടില്ലാത്തതാണ് എന്ന് നിഷ്കർഷിച്ചിട്ടുള്ള ആ പട്ടിക്ക് പോലും അതിന്റെ നിലപാട് നന്നായപ്പോൾ സ്വീകാര്യതയും ബഹുമാനവും നൽകണമെന്നാണ് ഖുർആൻ പറയുന്നത്. എങ്കിൽ പിന്നെ ഏറ്റവും വൃത്തികെട്ട ജീവി ഏതാണ്? അത് അസ്സുമ്മു. ഖുർആൻ പറയുന്നു, കേൾക്കേണ്ടത് കേൾക്കാതെ വാശി പിടിച്ച് കൂടുന്നവനാണ് വാശിക്കാരൻ. കേൾക്കേണ്ടത് കേൾക്കാൻ തയ്യാറാവാതെ കൂടുകയാണ്. ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മളെ കാത് നമ്മളൊന്ന് തുറന്നു വെക്കണം. ഈ റമദാന്റെ കാലഘട്ടത്തിൽ കാത് തുറന്നു വെക്കണം. റമദാൻ കഴിഞ്ഞാലും കാത് തുറന്നു വെക്കണം. ആ കാത് കൊണ്ട് ഹക്ക് കേൾക്കണം. അൽ ബുക്കുമു, പറയേണ്ടത് പറയണം. സ്വന്തം ഭാര്യയോടും മക്കളോടും ഉപദേശിക്കേണ്ടത് ഉപദേശിക്കണം. അയൽവാസികളെ ഉപദേശിക്കണം. അവരിലുള്ള അധർമ്മങ്ങൾ തിരുത്തണം. അവരെന്തെങ്കിലും കരുതുമോ എന്ന് വിചാരിച്ച് പറയാതിരുന്നുകൂടാ. അൽ ബുക്കുമു അല്ലദീന ലാ യഖിലൂൻ, ബുദ്ധി കൊണ്ട് കാര്യങ്ങൾ ചിന്തിക്കാത്തവൻ അവൻ ഏറ്റവും ദുഷ്ടനാണ്. അപ്പോൾ അത്ഭുതങ്ങളെ ഒരു ഭാഗത്ത് സ്വീകരിക്കാം, ആ അത്ഭുതങ്ങളെ കണ്ട് ഈമാൻ കൊള്ളാം. പക്ഷേ പഠനങ്ങളെ നാം മറന്നുപോകരുത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു വലിയ സംഭവം നടന്നു. സൂര്യഗ്രഹണം. ഈ കാലഘട്ടത്തിലും സൂര്യഗ്രഹണം ഉണ്ടായാൽ നമുക്കത് വാർത്തയാണ്, പത്രങ്ങളിൽ വലിയ ന്യൂസാണ്. നേരത്തെ തന്നെ പത്രങ്ങൾ പറയും ഇത്രാം തീയതി സൂര്യഗ്രഹണം ഉണ്ടാവാൻ പോവുകയാണ്, അതുകൊണ്ട് പുറത്തിറങ്ങരുത് എന്നൊക്കെ നേരത്തെ ശാസ്ത്രജ്ഞന്മാർ നിർദ്ദേശം നൽകാറുണ്ട്. അങ്ങനെ ഒരു ദിവസം അത് സംഭവിക്കുകയാണ്. അത്